JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ജൂനിയർ ലാബോറട്ടറി അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 733/2025 ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. റാങ്ക് ഫയലിന്റെ ഒരു ഡെമോ ഞാൻ ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമുക്ക് നോക്കാം. പാർട്ട് 1 MLT ആണ്. അതിന്റെ 50 മാർക്കാണ് MLT വരുന്നത്. അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ടോപ്പിക്കുകൾ ബേസിക് ലാബോറട്ടറി ടെക്നിക്സ് അതിന് 10 മാർക്കാണുള്ളത്. ബ്ലഡ് ആൻഡ് ഫിലോബോട്ടമി അതിന് 10 മാർക്കാണുള്ളത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 3 ക്ലിനിക്കൽ പാന്തോളജി ആൻഡ് ബയോകെമിസ്ട്രി ആ ഭാഗത്തു നിന്ന് 15 മാർക്കാണുള്ളത്. അതുപോലെ തന്നെ മൈക്രോബയോളജി, പാരാസിറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി ഇതിനെല്ലാം കൂടി 12 മാർക്കാണ് ഉള്ളത്. അങ്ങനെയാണ് MLTയുടെ മൊത്തം 50 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. കൂടാതെ ഫിസിക്സിന്റെ ഭാഗത്തു നിന്ന് 15 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് 15 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. ബോട്ടണിയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. സുവോളജിയുടെ ഭാഗത്തു നിന്നും 10 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഇത് ഞാൻ കൃത്യമായിട്ട് തന്നെ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റാങ്ക് ഫയൽ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. PSCയുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും MCQസും അതിന്റെ വിശദീകരണവും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് മുഴുവൻ ഉള്ളത്. അതുകൂടാതെ ഓരോ ടോപ്പിക്കുണ്ട്. ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സിൻ ടോപ്പിക്സിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടാതെ ഇതുപോലെ MCQസും റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എക്സാം ക്രാക്ക് ചെയ്ത് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ കണ്ടോ കെമിസ്ട്രി ഭാഗത്തു നിന്നും ഓരോ ടോപ്പിക്കും തിരിച്ചുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാത്തിനകത്തും ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ MCQസും ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അല്ലാതെ MCQസും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ബോട്ടണിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സുവോളജിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും മൊത്തം ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും MCQസും അതിന്റെ എക്സ്പ്ലനേഷനും എല്ലാം ഉൾപ്പെടുത്തിയാണ്. കൂടാതെ പ്രീവിയസ് ചോദ്യങ്ങളുണ്ട്, എക്സ്പെക്ടഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുണ്ട്, എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 63,700 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 51 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ പരീക്ഷയെ സംബന്ധിച്ച് ഇതിന്റെ കാറ്റഗറി നമ്പർ 733/2025 ആണ്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. 3/10/2026 പരീക്ഷ നടക്കാൻ പോകുന്നത്. സാറ്റർഡേ ആണ്. അപ്പോൾ അതിന്റെ പരീക്ഷ മീഡിയം ഇംഗ്ലീഷിലാണ് പരീക്ഷ. അതുപോലെ തന്നെ ഇതിന്റെ 1,28,061 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും റാങ്ക് ഫയൽ വാങ്ങി കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ റാങ്ക് ഫയൽ പഠിക്കാവുന്ന രീതിയിൽ എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.